ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. അവൻ തന്നോട്, ഇവയെല്ലാം എൻ്റെ ബാല്യം മുതൽ തന്നെ ഞാൻ പാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. നീ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. ചെറുപ്പക്കാരനും ധനികനുമായ ആ നല്ല മനുഷ്യൻ നിത്യ ജീവനെ പ്രാപിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് താൻ നല്ലവനായി കാണുന്ന ആ ഒരു വലിയ ഗുരുവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നതും ഈ ഒരു ചോദ്യം, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിക്കുന്നതും. ഈ ചോദ്യത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കി യേശു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്ന്. ജീവിതത്തിൽ അവനൊരു നല്ല ഭരണാധികാരിയുടെ സ്ഥാനമുണ്ടായിരുന്നു. അവന് ധാരാളം പണമുണ്ടായിരുന്നു. അവൻ വളരെ ഭക്തിയുള്ള ജീവിതം നയിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണല്ലോ മോശയുടെ നിയമങ്ങളെല്ലാം ഞാൻ ബാല്യം മുതൽ തന്നെ പാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറയുന്നത്. അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവൃത്തികളും ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവയാണെങ്കിലും ഒരു വെല്ലുവിളി കൂടി ക്രിസ്തു അവന് കൊടുക്കുകയാണ്. ക്രിസ്തു പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന്. ഈ വാക്യം സാധാരണയായി തെറ്റായിട്ട് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കും. ധനികനാകുന്നത് തെറ്റാണെന്നാണോ യേശു പറയുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ സംശയിച്ചേക്കാം. എല്ലാം ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രനായി അലയുകയാണോ വേണ്ടത്? നിത്യ ജീവൻ പ്രാപിക്കുവാൻ എല്ലാ ക്രിസ്ത്യാനികളും എല്ലായിടത്തും അവരുടെ എല്ലാ പണവും നൽകണമെന്നാണോ ക്രിസ്തു ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അങ്ങനെ സാധിക്കുന്നുണ്ട് എങ്കിൽ, പൂർണ്ണമായും അവനെ അനുഗമിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു വിശ്വാസ്യത, അതിൽ പരം ഒരു ക്രിസ്തീയത വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള ധാരാളം പേർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുമുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നിത്യജീവൻ ആവശ്യമായ നന്മയുടെ തലത്തിലെത്താൻ ഈ ചെറുപ്പക്കാരന് കഴിയുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തർക്കും അതിന് സാധിക്കുന്നുണ്ടാകില്ല. ഇതൊരു സമ്പത്തൊരു പാപമായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവുമായുള്ള ബന്ധത്തേക്കാൾ പണത്തിന് മുൻഗണന നൽകുന്നതിനാലായിരിക്കാം. നമ്മുടെ ജീവിതത്തിന്, ഈ ലോകത്തിലെ ജീവിതത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഈ മനുഷ്യൻ നിരാശനായി നടന്നു പോകുന്ന പോലെ ഒരുപക്ഷെ നമ്മളും അവനിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുന്നുണ്ടാകാം. അവൻ വലത്ത് ഭാഗത്തുള്ളവരോട് പറയുന്ന ഒരു സ്വരം കേൾക്കാൻ നമ്മുടെ സ്നേഹം, ദൈവസ്നേഹം, നമ്മുടെ സ്ഥാനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കൊച്ചു സമ്പാദ്യങ്ങൾ, നമുക്കുള്ളതെല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം. എന്താണ് ആ ഇമ്പകരമായ സ്വരം? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ചെറിയവരായ ഈ ഓരോ സഹോദരിലും ഒരുവിന് നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്തത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ആ ഒരു സ്വരം നമുക്കും കേൾക്കുവാൻ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ ദൈവസ്നേഹവും എല്ലാം, നമുക്കുള്ളതെല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറിച്ചൊരു സ്വരം കേൾക്കാൻ നമുക്കിടവരാതിരിക്കട്ടെ. ഏതാണ് ആ സ്വരം? ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുള്ളതെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അവർ നിത്യപീഡയിലേക്ക് പോകും എന്ന ആ ഒരു സ്വരം കേൾക്കാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം അവൻ്റെ ആ ഒരു ഇമ്പകരമായ സ്വരം. എന്താണ് ആ സ്വരം? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അനുഭവമാക്കിക്കൊള്ളുവിൻ
എന്ന ആ വലിയ സ്വരം നമുക്ക് കേൾക്കണം. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകും എന്ന അവൻ്റെ ആ വലിയ വാഗ്ദാനം, ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഉതകും വിധം നമ്മുടെ ദൈവസ്നേഹവും നമ്മുടെ ഭക്തിയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ധനവും എല്ലാം ഉപകാരപ്പെടട്ടെ. നമ്മൾ ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.